ഹലോ ഹായ്. അപ്പോഴേ ഇന്ന് കുറച്ച് കുഞ്ഞി കൊഴുവ കിട്ടി. അപ്പോൾ ചില ഭാഗത്ത് നത്തോലി എന്ന് വിളിക്കും കേട്ടോ. നമ്മുടെ ഭാഗത്ത് കൊഴുവയാണ്. അപ്പോൾ അത് പീര വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്നറിയാം, എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിലൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഒരു മൺചട്ടിയിൽ 1/2 കിലോ കൊഴുവയാണ് കേട്ടോ. നന്നാക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ചെറിയുള്ളിയും ഒരു പീസ് ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്, എരിവുള്ള പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി 1/2 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പച്ചമുളക് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3-4 കുടംപുളി, പിന്നെ ഒരു 1/2 മുറി നാളികേരം ചിരകിയത്, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. കൈ കൊണ്ട് തിരുമ്മുമ്പോൾ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെയും ആ പുളിയുടെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആകുമ്പോൾ അപാരമാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ തിരുമ്മി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തിരുമ്മി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ കയ്യിൽ കുറച്ച് വെള്ളം അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഈ മീനിലേക്ക് ഒഴിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതാ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ വെള്ളം തീരെ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഒന്നും കൂടിയൊക്കെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് മീനിലുള്ള ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് കൂട്ടി കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പച്ചവെളിച്ചെണ്ണയും കൂടി ലാസ്റ്റായിട്ട് ഒഴിക്കണം. ഇത് നന്നാക്കണ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. കറി പെട്ടെന്ന് റെഡിയാകും. അപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ലാസ്റ്റ് ആ പച്ചവെളിച്ചെണ്ണയോട് ചേരുമ്പോൾ സൂപ്പറാണ് നമ്മുടെ കറി. അപ്പോൾ നമ്മുടെ പീര വെച്ചത് ഇവിടെ സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.